അല്ലെങ്കിൽ ജീവിതത്തിന്മേൽ ഭാരപ്പെടുന്ന വിഷയങ്ങളാകട്ടെ, പ്രയാസപ്പെടുന്ന വിഷയങ്ങളാകട്ടെ, ഭാവിയായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയിലായിരിക്കുന്ന വ്യക്തിയാകട്ടെ, സഹോദര, ഇന്ന് പകൽക്കാലം സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈ മദ്യം വരുത്തുന്ന വിപത്ത് ചില്ലറയൊന്നുമല്ല കേട്ടോ. നമുക്കറിയാം, കേരളത്തിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഉത്സവത്തിനും കുടിച്ചു നിൽക്കുന്ന മദ്യത്തിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലകളും മാറി മാറി ഒന്നാം സ്ഥാനം നേടാൻ വേണ്ടി മദ്യം ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലേക്ക് കാലം മാറി. ഒരു വിചിത്രമായ അനുഭവം എന്താ ചോദിച്ചാൽ, മദ്യപാനി റോഡിൽ കിടക്കുമ്പോൾ അതുണ്ടാക്കുന്നവൻ മണിനാളികൾ കിടക്കുന്നു. അതിന് അനുവാദം കൊടുത്തവൻ ഹോറും കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ജീവിതം അമ്പേ പരാജയപ്പെട്ട ജീവിതത്തിലേക്ക് മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര, ഇന്ന് പകൽക്കാലം സുവിശേഷത്തിൽ വിശ്വസിക്കുക. വിശുദ്ധ വേദപുസ്തകം എങ്ങനെ പറയുന്നു? പാപത്തിന്റെ ശമ്പളം അത് മരണമത്ര. അപ്പോൾ ന്യായമായ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുക, പ്രസംഗിക്കുന്ന നിങ്ങൾ മരിക്കത്തില്ലയോ? ഈ കൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരും മരിക്കും. ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളും മരിക്കും. ഇത് മനുഷ്യന്റെ ഒന്നാം മരണം, അതായത് ശാരീരിക മരണം. അത് മുഖ്യ ജീവശാസ്ത്രമുള്ള ഏവരും മരണത്തിന് കീഴ്പ്പെടും. ഒരു ശാസ്ത്രത്തിനോ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ മരണത്തെ തടുത്തു നിർത്താൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കവി പാടിയത്, എപ്പോഴാണ് എന്റെ സഹോദര മൃത്യു വരുന്നത് ഓർക്കായെങ്കിൽ എന്ത് കഷ്ടമേ, അത് പള്ളിയിൽ പോകുമ്പോഴോ